ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അമ്മ വീട്ടിലേക്കാണ് കേട്ടോ. കോതമംഗലത്താണ് അമ്മയുടെ വീട്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം 105 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ നല്ല പൊതിച്ചോറൊക്കെ കെട്ടി തന്നു വിടുകയാണ് കേട്ടോ. എത്രയൊക്കെ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചാലും പൊതിച്ചോറിൻ്റെ രുചി അത് വേറെ എങ്ങും കിട്ടില്ല കേട്ടോ. കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പൊതിച്ചോറ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പാല വഴിയാണ് കേട്ടോ പോകുന്നത്. പുതുപ്പള്ളി ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ദാഹം. എന്നാൽ പിന്നെ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാമെന്ന് കരുതി. അവിടെ നല്ല സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് കിട്ടും കേട്ടോ. പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ആ ജ്യൂസിൽ അവർ ചേർക്കുന്നത് പൈനാപ്പിൾ, സോഡ, പിന്നെ കുറച്ച് കസ്കസ്, പിന്നെ ചെറിയൊരു എരിവുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ സോഡയോട് താല്പര്യമില്ല, പക്ഷേ ഈ ജ്യൂസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കുപ്പി ഫുള്ള് ഞാനാട്ടോ തീർത്തത്. അത്രയും രുചിയുണ്ടായിരുന്നു ആ ഒരു ജ്യൂസിന്. ഈ വർഷം അമ്മ വീട്ടിൽ പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. അവിടെ പ്രശസ്തമായ മാർ ബസേലിയസ് പള്ളിയിൽ പെരുന്നാളാണ്. ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കൂടുന്നൊരു പെരുന്നാളും കൂടിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അല്ലിക്ക് പേരക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പേരക്ക വാങ്ങി വീട്ടിലേക്കും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പാലാ റൂട്ടിൽ കൂടി കോതമംഗലത്തേക്ക് പോകുന്നത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എറണാകുളം ഭാഗത്തേക്കാളും ഭയങ്കര തിരക്ക് കുറവായിരുന്നു. പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല റിലാക്സായി പതിയാണ് കേട്ടോ ഡ്രൈവ് ചെയ്ത് പോയത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് മാമൻ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും റോട്ടിൽ. അപ്പം ഞങ്ങൾ ആ തിരക്കൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ കാൽനടയായിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അതും ഒരു വഴിപാടായിട്ടാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം അവർക്കുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ബൈപ്പാസ് വഴിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തിരക്കൊക്കെ ഒന്ന് മാറി നല്ല സമാധാനമായിട്ടൊരു പീസ്ഫുൾ പ്ലേസിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടോ. പൊതിച്ചോറ് കഴിക്കണമല്ലോ. അപ്പോൾ വീട് വരുന്നത് തട്ടേക്കാട് ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് വീട്. അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള ഈ പ്ലേസിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒരു വൈകിട്ടൊക്കെ ആയെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ മെല്ലെ പൊതിച്ചോറൊക്കെ തുറന്നു. അത്യാവശ്യം നല്ല ചോറുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിലാണ് അച്ഛൻ ചോറൊക്കെ പൊതിഞ്ഞ് തന്നത്. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇലയൊക്കെ തുറന്നു കഴിക്കാൻ പോവാണ് കേട്ടോ. കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെമ്മീൻ, ഉള്ളി, സവാള ഇട്ടിട്ട് ഒന്ന് ഒലത്തിയെടുത്തതുണ്ട്. ഉണക്ക ചെമ്മീനാണ്. പിന്നെ ബീട്രൂട്ട് ഒലത്തിയതുണ്ട്. പിന്നെ പയറും മത്തങ്ങയും കറിയുണ്ട്. അച്ചാറുണ്ട്. ലോബിക്ക അച്ചാറാണ് കേട്ടോ. പിന്നെ മീനുണ്ട്. പറയുമ്പോൾ തന്നെ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരികയാണ്. അങ്ങനെ നന്നായിട്ട് കുഴച്ച് അല്ലിമയ്ക്ക് ചോറ് കൊടുത്തു. അല്ലിമ ഇപ്പോൾ 2-3 പിടി കഴിച്ചിട്ടാണ് എൻ്റെ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഹസ്ബൻഡിനും കൊടുത്തു, ഞാനും കഴിച്ചു. എല്ലാ കറിയുടെയും ഫ്ലേവർ ഇറങ്ങിയിട്ട് എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. അങ്ങനെ അവരുടെ 2 പേരുടെയും വയറ് നിറഞ്ഞപ്പോൾ അവർ പതിയെ ഒരു പഴമായിട്ട് അടുത്തുള്ള പശുവിന് കൊടുക്കാൻ വേണ്ടി പോയി. കുഞ്ഞിലെ വെക്കേഷൻ ടൈമിലൊക്കെ മാമൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ ഇവരൊന്നും ഞങ്ങളെ ഈ ഒരു പ്ലേസിലോട്ട് വിടില്ലായിരുന്നു. കാരണം മൊത്തം കാടായിരുന്നു. ആനയൊക്കെ ഇറങ്ങുന്ന പ്ലേസാണ്. ഇപ്പോഴും ആന ഇറങ്ങാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കാട്ടിലോട്ട് പോകാറുള്ളൂ. പിന്നെ അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അവർ മാത്രമേ ആ സൈഡിലോട്ട് പോകാറുള്ളൂ. ഞങ്ങളൊന്നും അങ്ങനെ വിടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ കാണുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ കാട് എന്നുള്ളത് മാറി നാട് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആനയുടെ സാന്നിധ്യം എപ്പോഴും അവിടെയുണ്ട്. എൻ്റെ കസിൻസൊക്കെ പറയാറുണ്ട് അവരുടെ വീടിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഓടിച്ചെന്ന് കാട്ടിലോട്ട് കയറി കൊടുക്കരുത്. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് വിളിയോട് വിളിയാണ് എത്താറായില്ലേ എന്ന് ചോദിച്ചിട്ട്. അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വീടിൻ്റെ അടുത്ത് എത്താറായി. യൂട്യൂബ് ചാനലാ.
അമ്മ ഒരു ഹായ് പറഞ്ഞേ. വന്നു ഒരു ഹായ് പറഞ്ഞേ. എടാ എവിടെ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വൈകിട്ടായപ്പോഴാണ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പള്ളിയിലേക്ക് ഇറങ്ങിയത്. 1 കിലോമീറ്റർ മുന്നേ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പള്ളിയിലേക്ക് നടക്കുന്നത്. കാരണം പള്ളിയുടെ അങ്ങോട്ടേക്കൊന്നും കാറ് കൊണ്ടുപോകാനേ പറ്റില്ല, അത്ര തിരക്കാണ്. പള്ളിയിലേക്ക് അടുക്കും തോറും തിരക്ക് കൂടി കൂടി വരുമായിരുന്നു. ഞാൻ ഇത്രയും ആൾക്കൂട്ടം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു കേട്ടോ. പള്ളിയുടെ അകത്തേക്ക് എത്തിപ്പെടാൻ നല്ല പാടായിരുന്നു, നല്ല ജനത്തിരക്കായിരുന്നു. ഇത്രയും ജനത്തിരക്ക് കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നപ്പോൾ എൻ്റെ അങ്കിൾ പറഞ്ഞത് ഇതൊന്നുമല്ല, 8-ാം പെരുന്നാളിനാണ് ഇതിലും തിരക്ക്, അന്ന് കാല് കുത്താൻ ഇടണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നാൾ മുന്നേ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കോതമംഗലം പള്ളിയിലെ പെരുന്നാളിൻ്റെ റീൽസ് കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു, പക്ഷെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, പള്ളി പെരുന്നാൾ കൂടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ദൈവം നമ്മളുടെ ആഗ്രഹം നടത്തി തരുന്നത്. ഞാനിത് അതുപോലെയാണ് കേട്ടോ കണ്ടേക്കുന്നത്. ഈ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന അതേ സമയമാണ് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിലും പെരുന്നാൾ. അവിടെ മിക്കപ്പോഴും പോവാറുണ്ട്. പക്ഷേ ഇത്രയും വലിയ പെരുന്നാൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കൂടിയത്. അല്ലിയാണെങ്കിൽ ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈറ്റ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി വർക്കായിരുന്നു. ലൈറ്റ്സിന് തന്നെ ഒരു ഫാൻസ് ഉണ്ട്. ലൈറ്റ്സ് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ആ ലൈറ്റ്സ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. പള്ളിയുടെ അകത്ത് കയറിയതേ ഓർമ്മയുള്ളൂ, വൈകിട്ടാണ് കയറിയത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 12 മണിയൊക്കെ ആകാറായി. അപ്പോൾ ഞങ്ങൾ പതിയെ പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് പർച്ചേസിങ് ആണ്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുപ്പിവളയിലായിരിക്കും. അല്ലിക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എത്തിച്ചേരാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം എടുത്തായിരുന്നു. പക്ഷെ എല്ലാവരും വളരെ നീറ്റായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ ഉപദ്രവങ്ങളോ ശല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഈ ഒരു പള്ളിയിലും കൂടി കയറി കേട്ടോ. അവിടെ കയറി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു പൈനാപ്പിൾ കുലുക്കി കുടിക്കാമെന്ന് കരുതി. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ പൈനാപ്പിൾ. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും പൈനാപ്പിൾ തന്നെയാണ് ഓർഡർ ചെയ്യാറ്. എൻ്റെ ഒരു അറിവ് വെച്ച് കുലുക്കി സർബത്ത് ആദ്യം ട്രെൻഡായത് മറൈൻ ഡ്രൈവ് കൊച്ചി ആ ഒരു ഏരിയയിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ട്രൈ ചെയ്യുന്നത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അതാ ഐസ്ക്രീം കഴിച്ചു. കൂടാതെ തൊട്ടടുത്ത് തന്നെ ആകാശവഞ്ചിയും പിന്നെ കുറേ റൈഡുകളും ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയും കസിൻ ബ്രദറും കൂടി അതിൽ കയറി കേട്ടോ. എനിക്ക് ഹൈറ്റ് പൊതുവെ പേടിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈറ്റിൽ വരുന്ന ആകാശവഞ്ചിയാണെന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അത് കണ്ടു നിന്ന് ആസ്വദിച്ചിട്ട് അല്ലിക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അല്ലിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഫുഡിനേക്കാളും അവൾക്ക് ഇഷ്ടം ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് അല്ലി ആഗ്രഹിച്ച ഒരു ഡൈനോസറിൻ്റെ ബലൂണൊക്കെ വാങ്ങി. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഒരു ആനക്കുട്ടിയുടെ വാങ്ങിയായിരുന്നു. പക്ഷേ അതിലവൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അത് കുറച്ചും കൂടി ക്യൂട്ടായിരുന്നു. അങ്ങനെ പെരുന്നാളൊക്കെ കൂടിയ ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ പോയിരുന്നു, ആനയൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് പോയിരുന്നു. അതിൻ്റെ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.